സ്വാഗതം തേക്കിൻകാട് മൈതാനിയിലേക്ക് പോരാട്ടത്തിലേക്ക്. തിരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ജില്ലയിൽ വരുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങൾ തൃശൂരും ചാലക്കുടിയും ആലത്തൂരും. TCV ജനഹിതമറിയാനായി കക്ഷികളുടെ നേതാക്കന്മാർക്ക് അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് ജനങ്ങളോട് പറയാനുള്ള അവസരമൊരുക്കി പോരാട്ടവുമായി 3 മണ്ഡലങ്ങളിലുമെത്തി. ചാലക്കുടിയും ആലത്തൂരും തൃശൂരുമുള്ള ജനങ്ങൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ നേതാക്കളോട് അവർ വഴി സ്ഥാനാർത്ഥികളോട് പങ്കുവച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പോരാട്ടത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി TCV തേക്കിൻകാട് മൈതാനിയിൽ എത്തിയിരിക്കുകയാണ്. ജില്ലയിലെ വിവിധ വികസന വിഷയങ്ങളുണ്ട്, കക്ഷികളുടെ കാഴ്ചപ്പാടുകളുണ്ട്. സ്ഥാനാർത്ഥികൾ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ വികസനങ്ങളെല്ലാം നടപ്പാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. TCV അതിനുള്ള ഒരു ചെറിയ സൗകര്യം ഒരുക്കുന്നു എന്ന് മാത്രം. തേക്കിൻകാട് മൈതാനിയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ രാജാജി മാത്യു തോമസ്, UDFിന് വേണ്ടി എത്തിയിരിക്കുന്നത് ശ്രീ വി ബാലറാം, BJPക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സുധീർ ബേബി. 3 പേരും 3 കക്ഷികളുടെ പ്രതിനിധികളാണ്. ഈ 3 കക്ഷികളുടെ പ്രബലരായ സ്ഥാനാർത്ഥികൾ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തൃശൂരും ചാലക്കുടിയും ആലത്തൂരുമെല്ലാം ജനവിധി തേടുമ്പോൾ ജനങ്ങൾ ഏറെ ആകാംക്ഷാഭരിതരാണ്. ആര് ജയിച്ചു വന്നാലും ജനങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ് അവസാന ചോദ്യം. എന്തായാലും 3 കക്ഷികൾക്കും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർ ഒരുക്കിയ അവരുടെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഈ 3 പേരിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഒരു 3 മിനിറ്റ് വീതം സമയം 3 പേർക്കും അനുവദിക്കുന്നു. ആദ്യം തന്നെ ശ്രീ രാജാജി മാത്യു തോമസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 67 വർഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നാൽക്കവലയിൽ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉയർത്തപ്പെടുന്നത്. ഒന്നാമതായി ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിയ വിലക്കയറ്റമാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിലടക്കം ഇന്ന് മനുഷ്യന് താങ്ങാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ 3 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഇത് ജീവിതത്തെ ആകെ വീർപ്പ് മുട്ടിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് രാജ്യത്ത് വ്യാപകമായി ഭരണ തലങ്ങളിലെല്ലാം നടമാടുന്ന അഴിമതി. നമ്മെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള അഴിമതിയാണ് രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളത്. അഴിമതിയും വിലക്കയറ്റവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അത് കേന്ദ്ര സർക്കാരും കോൺഗ്രസും പിന്തുടരുന്ന നയവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് വർഗീയതയാണ്. ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്ന മതവിശ്വാസികളും സംസ്കാരങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള സമീപനങ്ങളിലൊന്നാണ്. BJP അവലംബിക്കുന്നത് അത്തരത്തിലൊരു നയമാണ്. ആ നയത്തിന് വളം വെക്കുന്ന നടപടികളാണ് കോൺഗ്രസ് ഉടനീളം അനുവർത്തിച്ചു പോരുന്നത്. ഈ 2 രാഷ്ട്രീയ ശക്തികൾക്കുമെതിരെ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ബദൽ ഉയർന്നു വരണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനങ്ങൾ ഈ മുദ്രാവാക്യം സ്വീകരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, ശ്രീ വി ബാലറാം, UDF കക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? അവകാശാധിഷ്ഠിത നിയമനിർമ്മാണങ്ങളുടെ പേരിലാണ് UPA 3ാം തവണ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഈ രാജ്യത്ത് ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി വളരെയേറെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണ്. അതിന് പരിഹാരമായിട്ടാണ് രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ ബിൽ ഈ 15ാം ലോകസഭയാണ് പാസാക്കിയത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ബിൽ, വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി, ഭൂമി ഏറ്റെടുക്കൽ പരിപാടി, ഇങ്ങനെ നിരവധി മേഖലകളിൽ UPA ഗവൺമെന്റ് വളരെ പുരോഗമനപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിൽ വരുത്താൻ തയ്യാറാവുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു.
കഴിഞ്ഞ 2004 യു പി എ അധികാരത്തിലേറുമ്പോൾ യു പി എ ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 2009 അധികാരത്തിൽ വരുമ്പോഴും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. സങ്കീർണമായിട്ടുള്ള പാർലമെന്റ് സമ്മേളനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിരുന്നത്. യു പി എ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളെ തടസ്സം ചെയ്യാനും അത് പാസ്സാക്കാതിരിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും നടത്തുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെട്ടപ്പോഴും ഇന്ത്യ രാജ്യത്തിന് ഒരു പരിക്കും പറ്റാതെ ഇവിടെ ഒരു ബാങ്കുകൾ അടച്ചുപൂട്ടുകയോ ഒരു വ്യവസായശാലകൾ അടച്ചുപൂട്ടുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു വ്യവസായശാലയും അടച്ചിടാതെ ഒരു ബാങ്കും അടച്ചിടാതെ ഈ സംസ്ഥാനത്തിനെ സാമ്പത്തിക നില ഭദ്രമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ യു പി എ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. അതുകൊണ്ട് യു പി എ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. കാരണം കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന യു പി എക്ക് മാത്രമേ ഈ രാജ്യത്ത് സുസ്ഥിരമായ കെട്ടുറപ്പോടുകൂടിയ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയൂ എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ആളുകളെ ഒക്കെ തക്കതായിട്ടുള്ള ശിക്ഷ നൽകി അവരെ മന്ത്രിസഭയ്ക്കകത്തു നിന്നും അതുപോലെ തന്നെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാൻ പ്രത്യേകമായിട്ടുള്ള താല്പര്യം യു പി എ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തെ സംബന്ധിച്ച് അഴിമതി നടത്തിയ നിരവധി കാര്യങ്ങൾ, ലാവലിൻ കേസ് ഉൾപ്പെടെ സാന്റിയോഗ മാർട്ടിൻ എന്ന് പറയുന്ന കോടീശ്വരനായിട്ടുള്ള ലോട്ടറി മുതലാളിമാരുമായിട്ടുണ്ടായിട്ടുള്ള അഴിമതിയൊക്കെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ യു പി എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണ് എന്നുകൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. BJP പ്രതിനിധി ശ്രീ സുധീർ ബേബി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം 2004 അധികാരത്തിൽ വന്ന ഈ യു പി എ സംവിധാനം നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലകളിലും നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. സാമ്പത്തിക മേഖല പരിശോധിച്ചാലും, രാജ്യത്തിൻ്റെ സുരക്ഷ പരിശോധിച്ചാലും, ആഭ്യന്തര സുരക്ഷ പരിശോധിച്ചാലും, അതുപോലെ തന്നെ വിലക്കയറ്റം പോലെയുള്ള ദുരിതങ്ങൾ, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള വാജ്പേയി സർക്കാർ തുടങ്ങി വെച്ച ആ മുഴുവൻ പരിപാടികളും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ മുച്ചൂടും നശിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ചാണെങ്കിൽ 2004 8.5% വളർച്ചയുണ്ടായിരുന്നത് ഇന്നത് 4.6% കുറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹൈവേ ഡെവലപ്മെൻറ്റ് അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണ് ഈ ഹൈവേയുടെ 4 വരിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയത്. അത് ദിവസേന 22 കിലോമീറ്റർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പണിയുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ യു പി എ സർക്കാർ 1.5 കിലോമീറ്റർ പോലും അവർക്ക് നിർമ്മാണം ഈ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമുക്കറിയാം. ഈ 10 വർഷത്തിനിടയ്ക്ക് 25ഓളം ഭീകരാക്രമണങ്ങളാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. നമ്മുടെ ബോംബെയിൽ ഒരു 10ഓളം ഭീകരർ വന്നിട്ട് 165ഓളം ഇന്ത്യക്കാരെയും വിദേശികളടക്കമുള്ള ആൾക്കാരെയാണ് അവർ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 500ഓളം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയ സംഭവങ്ങളുണ്ടായി. നമ്മുടെ പാകിസ്ഥാൻ പട്ടാളം നമ്മുടെ അതിർത്തി ലംഘിച്ച് വന്ന് 5 പട്ടാളക്കാരുടെ തലയറുത്ത് കൊണ്ടുപോയ സംഭവം. എന്നിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ചെയ്ത പ്രസ്താവന നമുക്കറിയാം. അത് ഭീകരവാദികൾ, പാകിസ്ഥാൻ പട്ടാളക്കാരുടെ വേഷത്തിലെത്തിയ ഭീകരവാദികളാണ് അത് ചെയ്തതെന്നുള്ള തരത്തിൽ പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. അങ്ങനെ സമസ്ത മേഖലകളിലും ഈ രാജ്യത്തെ പുറകോട്ടടിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ ഒരു 30 വർഷമെങ്കിലും പുറകോട്ട് കൊണ്ടുപോയ അഴിമതി അത് ഞാൻ പറയേണ്ട കാര്യമില്ല. 10 ലക്ഷം കോടിയുടെ അഴിമതിയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ളത്. വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം അത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 2011 സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ. അത് ചെയ്തില്ല. അതിന് പുറമെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സമയത്ത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത ഒരു സർക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് ഈ 10 കൊല്ലം അഴിമതി നടത്താനായിട്ട് മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തവരാണ് ഈ ഇടതുപക്ഷക്കാർ. അവർ വീണ്ടും പ്രകാശ് കാരാട്ട് എക്കണോമിക് ടൈംസിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ 2 മാസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു,
ഞങ്ങൾ BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും 2004 പോലെ തന്നെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമെന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത പ്രകാശ് കാരാട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ ഈ 10 കൊല്ലക്കാലത്ത് ഇവരുടെ ഈ പൊറോട്ട് നാടകം കാണണോ, അതോ ശക്തമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വരണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ. ശരി, ഓരോ കക്ഷികൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. 3 പ്രമുഖ കക്ഷികളുടെ സ്ഥാനാർത്ഥികളുടെ മത്സരിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് വരാം. അവരുടെ ചോദ്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. എന്തായാലും BJPയുടെ പ്രതിനിധി ശ്രീ സുധീർ ബേബി പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. ഒരു സാഹചര്യം വരികയാണെങ്കിൽ UPA സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന് CPM നേതാവ് ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം AK ആന്റണിയും തൃശ്ശൂരിൽ പറഞ്ഞിരുന്നു ഇടത് കക്ഷികൾക്ക് UPAയെ പിന്തുണയ്ക്കേണ്ടി വരുമെന്ന്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് അവർ വിശദീകരിക്കട്ടെ. AK ആന്റണി പറയട്ടെ, എവിടെ നിന്നാണ് അവർക്ക് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ലഭിക്കുക? കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ UPA മുന്നണിക്കോ എവിടെ നിന്നാണ് കേവല ഭൂരിപക്ഷം ലഭിക്കുക? BJPക്ക് ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നിവർത്തി വെച്ചിട്ട് അവർ പറയട്ടെ ഏതേത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കാൻ പോകുന്നത്. വാജ്പേയി അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 22 സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന UPA NDA ഇന്ന് എവിടാണ്? എത്ര സഖ്യകക്ഷികൾ ബാക്കിയുണ്ട്? ഇതൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് പറയൂ. വെറുതെ അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്തിനവരെ പിന്തുണയ്ക്കണം? ഒറ്റയ്ക്ക് ഭരിക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ, മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ കഴിയില്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നത് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് തെളിയിക്കുന്നത്. 3 കക്ഷികൾക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ശ്രീ സുധീർ ബേബി പറഞ്ഞതിനുള്ള മറുപടി ഇടതുമുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിരവധി പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ വികസന പ്രശ്നങ്ങൾ ചോദിക്കാനുണ്ടാകും. തീർച്ചയായും അത് രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് വഴുതി മാറാതെ ശ്രദ്ധിക്കുക. വികസന കാര്യങ്ങൾ പറയുക. ഏത് കക്ഷിയോടാണ് ചോദ്യം? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജാജി മാത്യു തോമസ്, മുൻ MLA. അദ്ദേഹത്തിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. എന്താണെന്നല്ല, മറ്റേ ആണവ കരാറ് UPA സർക്കാർ പാർലമെന്റിലേക്ക് വന്നപ്പോൾ എല്ലാ കക്ഷികളും അതിന് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന CPM-ഉം CPI-യും എന്തുകൊണ്ടാണ് ആണവ കരാറിനെതിരെ വോട്ട് ചെയ്തത്? അത് ഒന്ന് വ്യക്തമാക്കണം. ഒരു മിനിറ്റ്, ചോദ്യം കഴിഞ്ഞിട്ടില്ല, ചുരുക്കി ചോദിക്കണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഇടതുമുന്നണി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ആളാണല്ലോ താങ്കള്. ഇടതുമുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ CPIM എന്ന് പറയുന്ന ഒരു വലിയേട്ടനാണ്. CPI എന്ന് പറയുന്നത് ചോദ്യം എന്താണ്? ചെറിയ കക്ഷികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. അവസാനമായിട്ട് ഇപ്പൊ RSPനെ ഇതിൽ വിഷയം അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവർക്കുള്ളിലുള്ള ഇടതുമുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് വികസന വിഷയങ്ങളാണ്. രാഷ്ട്രീയപരമായി ഇടതുമുന്നണിക്കുള്ള ചർച്ചകളല്ല ചർച്ച ചെയ്യേണ്ടത്. ആണവ കരാറിനെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം. ആണവ കരാറിനെ സംബന്ധിച്ച് ഇത്ര 5 വർഷങ്ങൾ ആണവ കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഇപ്പൊ 4 വർഷം പിന്നിട്ടു. ഈ 4 വർഷം പിന്നിട്ടിട്ട് ഏതെങ്കിലും ആണവ നിലയം സ്ഥാപിക്കുകയോ ഒരു യൂണിറ്റെങ്കിലും ആണവ വൈദ്യുതി അഡീഷണലായിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ. ഒരു സ്ഥലത്തും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ വിദേശ ശക്തികൾക്ക്, ആണവ ശക്തികൾക്ക് അടിയറ വെക്കുന്ന, നമ്മെ വീണ്ടും ഒരു ദാസ്യ രാഷ്ട്രമാക്കി മാറ്റുന്ന കരാറായിരുന്നു അതെന്ന് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും വികസന പ്രശ്നങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ദേശീയ തലത്തിലുള്ള പല ചോദ്യങ്ങളും, ചിലപ്പോൾ പെട്രോളിന് വില വർദ്ധിച്ചതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം, സ്വാഭാവികമാണ്. ആണവ കരാർ സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ കക്ഷി അഭിപ്രായം പറയുമ്പോൾ ഈ വിഷയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. എങ്ങനെ പ്രതികരിക്കും? ആണവ കരാറ് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനെല്ലാം എന്ത് പറയുമ്പോൾ ഇതൊക്കെ വിദേശ ആധിപത്യത്തിന് കീഴിൽ അടിയറ വെച്ചു എന്ന് പറയുന്നത്, ഇത് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുന്ന ആളുകളല്ല ഇപ്പോൾ ഇത് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. മറുപടി പറയട്ടെ. കക്ഷികളുടെ പ്രതിനിധികൾക്ക് മറുപടി പറയാനുള്ള അവസരം നൽകുക. BJPയുടെ പ്രതിനിധിയും മത്സരിക്കുന്നുണ്ട്. BJPയാണ് അധികാരത്തിൽ വരിക എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആണവ കരാർ സംബന്ധിച്ച് ഈ നിലപാട് തന്നെയാണോ, തുടരുക തന്നെയാണോ ചെയ്യുക? ആണവ കരാറിനെ സംബന്ധിച്ച്
ബി.ജെ.പിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആണവ ഊർജം രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അതേസമയത്ത് തന്നെ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഇപ്പോൾ പല ഈ കരാറിൽ അമേരിക്കയുമായിട്ടുള്ള കരാറിൽ ആ കമ്പനികൾ ഇവിടുത്തെ അപകടമുണ്ടായി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിജപ്പെടുത്തിക്കൊണ്ടുള്ള ആ വ്യവസ്ഥകൾ അതിന് ബി.ജെ.പി. എതിരാണ്. ഒരു അപകടം മാക്സിമം അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വേണം ആണവ നിലയങ്ങൾ സ്ഥാപിക്കേണ്ടത്. അതേപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു പരിധിയും പാടില്ല. അതിനുള്ള ആ പരിധി എടുത്തു കളയണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ വികസന വിഷയങ്ങളിലേക്ക് ചോദിക്കുക. ആരോടാണ് ചോദ്യം? UPA സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഒന്നാം UPAക്ക് പിന്തുണ കൊടുത്ത ഇടതുപക്ഷ സഖ്യങ്ങളടക്കം 10 വർഷക്കാലം UPA ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ട് 2G സ്പെക്ട്രം അടിമയം നടത്തിക്കൊണ്ട് നിങ്ങൾ ആകാശത്തെ കച്ചവടം ചെയ്തു. ആദർശ കുംഭകോണം നടത്തിക്കൊണ്ട് നിങ്ങൾ ഭൂമിയെ വിറ്റു. കൽക്കരി കുംഭകോണം നടത്തിക്കൊണ്ട് നിങ്ങൾ പാതാളത്തെ കച്ചവടം ചെയ്തു. എന്ത് ഫ്യൂച്ചർ ലയബിലിറ്റിയാണ് നിങ്ങൾ കോൺഗ്രസിന് ഇനി ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്? അഴിമതിയെ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി. തൃശൂർ ജില്ലയെ പിടിച്ചുകുലുക്കിയ പാലിയേക്കര ടോൾ പ്ലാസ സമരം ഇവിടെ നടന്നു. ഒരു കാലത്ത് യുവജന പ്രസ്ഥാനങ്ങളായിരുന്ന DYFIയും AIYയും അടങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന യുവജന സംഘടനയും ആ പരിസരത്ത് പോലും കണ്ടില്ല. അവിടെ ആകെ കൂടി സമരം ചെയ്ത ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ശരി. ഒന്ന് ആദ്യം ശ്രീ വി ബലറാമനോടാണ്. നിരവധി അഴിമതി കഥ UPA സർക്കാരിന്റെ കാലത്ത് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. 2G സ്പെക്ട്രത്തിന്റെ കാര്യത്തിലായാലും കൽക്കരി കുംഭകോണത്തിന്റെ കാര്യത്തിലായാലും ആദർശ ഫ്ളാറ്റിന്റെ കാര്യത്തിലായാലും തക്കതായിട്ടുള്ള നടപടികൾ എടുത്തു എന്ന് മാത്രമല്ല അതിൽ ബന്ധപ്പെട്ട ആളുകളെ കരുത്ത ശിക്ഷ നൽകുന്നതിന് UPA ഗവൺമെന്റ് തയ്യാറായി എന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വെറുതെ എന്തിനാ മനുഷ്യ ഇവിടെ അങ്ങനെ പിന്നെ ഒരു കാര്യം ഈ അഴിമതിയൊക്കെ പറയുന്ന BJP ശവപ്പെട്ടിക്ക് കൈക്കൂലി വാങ്ങിച്ച് കോഴിക്കോട് നടത്തിയിട്ടുള്ള ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഗതികേട് UPA ഗവൺമെന്റ്. ശരി, അത് താങ്കളിലേക്ക് വരാം. ശ്രീ രാജാജി മാത്യൂസിനോട് ചോദിച്ച ചോദ്യമുണ്ട്, താങ്കളിലേക്ക് മറുപടി പറയാൻ വരാം. പാലിയേക്കര ടോൾ പ്ലാസ സംബന്ധിച്ച് പ്രസക്തമായ ഒരു ചോദ്യം. വിവിധ കക്ഷികൾ രംഗത്തിറങ്ങിയപ്പോഴും ഇടത് കക്ഷികൾ എന്തുകൊണ്ട് രംഗത്തിറങ്ങിയില്ല, ഇനി വന്നെങ്കിൽ തന്നെ എന്തുകൊണ്ട് പിൻവലിഞ്ഞു എന്നുള്ളതാണ് വ്യക്തിഗത ചോദ്യം. അതെന്റെ മാന്യ സ്നേഹിതൻ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പാലിയേക്കര ടോൾ പ്ലാസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരം ആരംഭിച്ചതിന്റെ തുടക്കം കുറിച്ചത് AIYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ടോൾ പ്ലാസ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് ഇപ്പോൾ കേസുകളെ നേരിടുന്നവരുണ്ടോ? സഖാവ് CN ജയദേവൻ മാത്രമാണ്. ഞാൻ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ചോദിക്കുന്നത്. സഖാവ് CN ജയദേവന്റെ പേരിൽ 2 കേസുകളുണ്ട്. AIYFന്റെയും AISFന്റെയും CPIയുടെയും നേതാക്കളുടെ പേരിൽ 1 ഡസനിലധികം കേസുണ്ട്. അതിനേക്കാൾ കൂടുതൽ കേസുള്ള ഒരാളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ കാണിച്ചു തരാം. ഒരു സംഘടനയുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, നേതാക്കളുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന സംഘടനകളെയും പേരിലുള്ള അത്രയും കേസുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ പറയട്ടെ. BJPയുടെ പ്രതിനിധി ഇവിടെയുണ്ട്. BJPയുടെ പ്രതിനിധി അദ്ദേഹം പറയും. അത് ചോദ്യം കൂടി അതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ സമരരംഗത്ത് വന്നിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറി എന്നൊരു സൂചന കൂടി പിന്മാറി എന്ന് പറയുന്നത്. ഈ കേസുകളൊക്കെ നടക്കല്ലേ? AIYFും AISFും CPIയുടെ നേതാക്കളുമായിട്ടുള്ള സഖാവ് പ്രിൻസ്, സഖാവ് ജോഷി, സഖാവ് CN ജയദേവൻ തുടങ്ങി നിരവധി നേതാക്കൾ, ഡസൻ കണക്കിന് AIYFന്റെയും AISFന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കുകയും അവരുടെ എല്ലാം പേരിൽ കേസുകൾ നിലനിൽക്കുകയും ചെയ്യാണ്. എല്ലാവരുടെയും പേരിൽ കേസുകൾ നിലനിൽക്കുക. പ്രകോപനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സ്നേഹിത. ഈ കേസുകൾ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. നിഷേധിക്കാൻ പറ്റുക? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. പാലിയേക്കര ടോൾ വിഷയം തീർച്ചയായും ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിനിധിയും മത്സരിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ടോൾ വിഷയത്തിൽ ഇനി ജയിച്ചു വരുന്ന ഇടതുമുന്നണിയുടെ പ്രതിനിധിയാണെങ്കിൽ എന്ത് നിലപാടാണ് തുടരുക എന്നുള്ളതൊന്ന് വ്യക്തമാക്കി. ടോൾ വിഷയത്തിൽ പാലിയേക്കരയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് ആകമാനം രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന നയങ്ങളാണ് കോൺഗ്രസും BJPയും തുടരുന്നത്. കോൺഗ്രസും BJPയും മാറി അധികാരത്തിലിരുന്ന കോൺഗ്രസും BJPയും പറയട്ടെ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ
ടോൾ രഹിത ദേശീയ പാതകൾ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. വി. ബലറാം, ഈ ടോൾ വിഷയത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് ടോൾ കരാറ് ഉണ്ടാക്കിയത് അച്യുതാനന്ദൻ, സഖാവ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോഴാണ് അവിടെ ടോൾ രാജ്യത്ത് വികസനം ഉണ്ടാകണമെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ് അവിടെ ടോൾ ഉണ്ടാക്കിയത്. നുണയൊന്നുമല്ല. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പരിശോധിക്കുക. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് ദേശീയപാതയുടെ കാര്യത്തിൽ കരാറുണ്ടാക്കാൻ കഴിയുക? ഈ വിഷയത്തിൽ പാലിയേക്കരയിൽ ഇനിയിപ്പോൾ ജില്ലയിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പാലിയേക്കര ടോൾ വിഷയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തവുമാണ്. ഈ ടോൾ വിഷയത്തിൽ UDF-ന്റെ പ്രതിനിധികളാണ് ജയിച്ചു വരുന്നതെങ്കിൽ എന്തായിരിക്കും UDF-ന്റെ നിലപാട്? മൊത്തത്തിലുള്ള ടോൾ വിഷയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റേതായിട്ടുള്ള നിലപാടുണ്ട്. അത് ആ തീരുമാനം വരുമ്പോൾ അറിയിക്കും. ആ നിലപാട് തന്നെയാണ് പ്രശ്നം. അവിടെ വന്നിട്ട് പറയാം. ആ നിലപാട് തന്നെയാണ് പ്രശ്നം. ശരി, തീർച്ചയായും അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി BJP-യിലേക്ക് ടോൾ വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഴിമതിയെക്കുറിച്ച് പറയാൻ BJP-ക്ക് എന്താണ് അവകാശമെന്ന് തൊട്ട് നേരത്തെ UDF-ന്റെ പ്രതിനിധി ശ്രീ വി. ബലറാം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യവും ഒപ്പം തന്നെ ടോൾ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായവും അറിഞ്ഞാൽ കൊള്ളാം. ഈ അഴിമതിയെ സംബന്ധിച്ച് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ബലറാം പറഞ്ഞത് ആദർശ കുംഭകോണത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. ആദർശ കുംഭകോണത്തിൽ 1-ാം പ്രതി അവിടുത്തെ മുഖ്യമന്ത്രി ചവാനാണ്. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഗവർണർ ശങ്കരനാരായണ സാങ്ഷൻ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം 1-ാം പ്രതിയായിട്ട് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട ആ ചവാന് നന്ദേഡ് എന്ന മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതാണ് കോൺഗ്രസ് ചെയ്ത നടപടി, ശക്തമായ നടപടി. ആദർശ കുംഭകോണത്തിലെ 1-ാം പ്രതിയായിട്ടുള്ള ചവാന് ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ടോൾ വിഷയത്തിൽ ഈ സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് തൃശ്ശൂർ ജില്ലയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള അവരുടെ പേരിൽ 307 അടക്കം 300, നിങ്ങൾ പറയുന്നത് കേൾക്കൂ, 307 വകുപ്പ് അനുസരിച്ച് കേസ് ഇരിങ്ങാലക്കുട കോടതിയിലും തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും നിലവിലുണ്ട്. ആ കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ശരി. ചോദ്യം ആരോടാണ് ചോദ്യം? വികസന വിഷയത്തിലുള്ള ചോദ്യം എന്താണ് ചോദ്യം? 3 പേരോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ചുരുക്കി ചോദിക്കാം. അതായത് സ്ഥാനാർത്ഥികൾക്ക് ഒരു റിട്ടയർമെന്റ് ഏജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഒന്ന്. രണ്ടാമത്, അവസാനമായ തീരുമാനമില്ല, സ്ഥിരമായ ശത്രു ഇല്ലാത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അത് ഒന്ന്. ഇവിടെ പുരുഷന്മാർക്കാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് 2 ഭരണഘടന വേണ്ട. ഇപ്പോഴുള്ള ഭരണഘടനയിൽ മുഴുവൻ സ്ത്രീകൾക്കാണ് അനുകൂലം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം വ്യാപകമായിട്ട് നടക്കുകയാണ്. 15-ാം പാർലമെന്റിൽ ഉണ്ടായിരുന്ന 310 പേര് ശതകോടീശ്വരന്മാരായിരുന്നു. ഏതാണ്ട് 200-ലധികം പേര് വിവിധ ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കാളികളാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സ്ഥാനാർത്ഥിയുടെ പ്രായമൊക്കെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്ഥാനാർത്ഥിക്ക് 18 വയസ്സാണോ 80 വയസ്സാണോ എന്നുള്ളത് വളരെ വ്യത്യാസം. 80 വയസ്സായിട്ടും സജീവമായി സാമൂഹ്യ ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ സജീവമായി ഇടപെടുന്ന എത്രയോ ഡസൻ കണക്കിന് ആൾക്കാരെ നമുക്ക് തൃശ്ശൂർ തന്നെ കാണാം. അവരൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. സ്ത്രീകളുടെ പ്രശ്നം ഇദ്ദേഹം പറഞ്ഞു. ഇത് ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ജനാധിപത്യമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക? അവർക്ക് അർഹമായിട്ടുള്ള രാഷ്ട്രീയ അധികാരത്തിൽ അവർക്ക് അർഹമായിട്ടുള്ള പങ്ക് നൽകാതെ ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കലും പൂർണ്ണമാകാൻ പോകുന്നില്ല. പാർലമെന്റിൽ ഇപ്പോ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ശരിയാ. 33% ബാലറാം. 33% അല്ല, 50% വേണം. മറ്റേത് ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. ക്രിമിനലിന്റെ കാര്യത്തിൽ കോൺഗ്രസിനും അതേ അഭിപ്രായം തന്നെയാണ്. ഈ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് മാത്രമല്ല, BJP-യിലുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടിയിലും ക്രിമിനലുകളുണ്ട്. പ്രായത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി പ്രായത്തെക്കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സാഹചര്യം വെച്ചിട്ട് നമുക്ക് മത്സരിക്കാവുന്നതാണ് ജനാധിപത്യത്തിൽ. ശ്രീ സുധീർ ബേബി, ഈ സ്ത്രീകൾക്ക്
സംവരണത്തിനെ സംബന്ധിച്ച് BJP 33% സംവരണം കൊടുക്കുന്നതിന് അനുകൂലമാണ്. BJP ആണ് ഇന്ന് ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി. അതിന്റെ ഭാരവാഹിത്വത്തിൽ സ്ത്രീകൾക്ക് 33% സംവരണം അനുവദിച്ച് ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ള പാർട്ടി BJP മാത്രമാണ്. BJPയുടെ ഭരണഘടന അനുസരിച്ച് 33% ബഹളം വെക്കരുത്. 33% ഭാരവാഹികൾക്ക് നിൽക്കുകയാണ് കൊടുക്കാനായിട്ട് ഭരണഘടന ഭേദഗതി ചെയ്ത പാർട്ടി BJP-യാണ്. ചോദ്യം ചുരുക്കി ചോദിക്കുക. ആരോടാണ് ചോദ്യം? LDFന്റെ പ്രതിനിധിയോടും BJPയുടെ പ്രതിനിധിയുമാണ്. ചെറിയ ചോദ്യമാണ്. കാരണം ഇവിടെ CPM-ന്റെ ചവിട്ടും കുത്തുമേറ്റ് CPI ഇവിടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ CPI ചോദ്യം പറയും. പ്രധാനമായിട്ട് CPIയുടെ അരിവാൾ നെൽക്കരി ചിഹ്നത്തിലൂടെ മത്സരിക്കുന്നു. LDFന്റെ പ്രതിനിധിയായിട്ട് ജയദേവൻ. തെലങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസ് CPIയും കൂടിയിട്ടാണ് CPI ആളുകൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്ന അവസ്ഥ നാം കാണുന്നു ഈ പാർലമെന്റ് ഇലക്ഷനിൽ. എന്തിനാണ് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിജയിപ്പിക്കണം. രണ്ടാമത്, അദ്വാനിയും നരേന്ദ്രമോദി നമ്മൾ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടല്ലേ വാരണാസിയിലും ഗുജറാത്തിലും നരേന്ദ്രമോദി തോൽവി ഭയന്നുകൊണ്ട് 2 സ്ഥലത്ത് മത്സരിക്കുന്നത്? തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ യോജിച്ച് മത്സരിക്കുന്നുവെന്നാണ് പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെ സൂചിപ്പിച്ചത്. തെലങ്കാനയിലെ അത്തരമൊരു മത്സരത്തിന് ദേശീയ തലത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. സംസ്ഥാന തലത്തിൽ യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് തെലങ്കാനയിലെ ജനങ്ങൾ ഒരു സ്വതന്ത്ര തെലങ്കാന ഉണ്ടാവണമെന്നും ആന്ധ്രാപ്രദേശ് വിഭജിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വലിയ സമരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അനേകം പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരമായ പോലീസ് മർദ്ദനത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തെലങ്കാന ജനതയുടെ ആ അഭിലാഷത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയും ആ കാര്യത്തിൽ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള യോജിപ്പ് ആ സംസ്ഥാനത്തുണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് തെലങ്കാന എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം രൂപം കൊണ്ടത്. ആ സമര ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുമിച്ച് ഒരു കോസിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന വിവിധ പാർട്ടികളിലെ ആൾക്കാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ധാരണ ഉണ്ടാക്കി എന്നുള്ളതിലപ്പുറം ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവും കണ്ട് വ്യാമോഹിച്ചിട്ട് കാര്യമില്ല സ്നേഹിത. ശ്രീ സുധീർ ബേബി, BJPയെ സംബന്ധിച്ചിടത്തോളം മോഡി 2 സീറ്റിൽ മത്സരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അദ്വാനിയും മോഡിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടല്ല. നിങ്ങൾ പത്രങ്ങളും TV മാധ്യമങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. മോഡി ഈസ്റ്റേൺ ഉത്തർപ്രദേശ്, ഈ വാരാണസി എന്ന് പറഞ്ഞത് ഈസ്റ്റേൺ ഉത്തർപ്രദേശാണ്. ആ ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 32ഓളം ലോക്സഭാ സീറ്റുകളുണ്ട്. ആ ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ പാർലമെന്റിൽ, ഈ പിരിച്ചുവിട്ട പാർലമെന്റിൽ BJPക്ക് 4 MP-മാർ മാത്രമേ ഉള്ളൂ. മോഡി വാരാണസിയിൽ ആ ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ ആ മുഴുവൻ ഉത്തർപ്രദേശിലെ ഈ പൂർവാഞ്ചലും അതേപോലെ തന്നെ തൊട്ടുകിടക്കുന്ന ബീഹാറിൽ മുഴുവൻ ആ ഒരു മോഡി ഇഫക്റ്റ് ഉണ്ടാകും. ആ പൂർവാഞ്ചലിലെ മുഴുവൻ സീറ്റുകളും BJPക്ക് നേടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് മോഡി വാരാണസിയിൽ മത്സരിക്കുന്നത്. വികസന വിഷയങ്ങളിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ചോദ്യം? കഴിഞ്ഞ ലോകസഭയിലെ പാസാക്കിയ പാലക്കാട് കോച്ച് ഫാക്ടറി ഇതേപോലെ സ്ഥലം എടുത്തിട്ടില്ല, കോച്ച് ഫാക്ടറി തുടങ്ങിയിട്ടില്ല. പ്രകടന പത്രിക എങ്ങനെ ഇറക്കുകയല്ലാതെ നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ചിലര് പ്രകടന പത്രിക തന്നെ ഇറക്കിയിട്ടില്ല. ഞങ്ങൾ പ്രകടന പത്രികയിലെ ഇറക്കിയിട്ടല്ലോ. ഈ കോച്ച് ഫാക്ടറിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? ഈ കോച്ച് ഫാക്ടറി കഴിഞ്ഞിട്ടാണ് പ്രകടന പത്രിക ചിലർക്ക്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കക്ഷിക്ക് മറുപടി പറയാനുള്ള സാഹചര്യം ഒരുക്കാം. പാലക്കാട് കോച്ച് ഫാക്ടറിയെ കുറിച്ചുള്ള ചോദ്യം. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് സ്ഥലം എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിന് അവിടുത്തെ MP വേണ്ടത്ര ഉത്സാഹം കാണിക്കാത്ത കാരണം ഇതുവരെ നടന്നിട്ടില്ല. ശ്രീ രാജാജി മാത്യു തോമസ്, ചോദ്യം വീണ്ടും താങ്കളിലേക്ക്. പന്ത് താങ്കളുടെ കോർട്ടിലാണ് ഇപ്പോൾ. ഇത് പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്, സത്യവിരുദ്ധമാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ഏതാണ്ട് 450-ലധികം ഹെക്ടർ ഭൂമി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത്, VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റെടുത്ത് നൽകുകയുണ്ടായി. കേരളത്തെ നിരന്തരമായിട്ട് അതിന്റെ വികസന ആവശ്യങ്ങളെ നിരന്തരമായി വഞ്ചിച്ച ചരിത്രം മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഏത് പദ്ധതിയാണ് ഈ നാടിന് പ്രയോജനകരമായിട്ടുള്ള ഏത് പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? എല്ലാ പദ്ധതികൾക്കും തുരങ്കം വെക്കുകയല്ല നിങ്ങൾ ചെയ്തത്. എവിടാണ് വിഴിഞ്ഞം പോർട്ട്? ഈ വിഴിഞ്ഞം പോർട്ട് വന്നിട്ടില്ല. പാലക്കാട് കോച്ച് ഫാക്ടറി ഇനി ഇതാ വരുന്നു. ആലപ്പുഴയിൽ വാഗൺ ഫാക്ടറി തുടങ്ങി കോൺഗ്രസ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു വാഗ്ദാനവും പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 67 വർഷക്കാലത്തെ കോൺഗ്രസിന്റെ
കേന്ദ്ര ഭരണത്തിൽ 57 എന്തായാലും ഈ വിഷയം കേരളത്തെ വഞ്ചിക്കുക മാത്രം പാലക്കാട് കണ്ണൂർ വിമാനത്താവളം എത്ര എണ്ണങ്ങൾ പറയാണ്ട്. പാലക്കാട് കോച്ച് ഫാക്ടറി തീർച്ചയായും ജില്ലയെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും ആ വിഷയം ഏത് കക്ഷിയുടെ പ്രതിനിധി ജയിച്ചു വന്നാലും അത് വളരെ ഭംഗിയായി പരിഹരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആരോടാണ് ചോദ്യം? ടോൾ വിഷയത്തിൽ PC ചാക്കോ MP-യുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണം. വിഷയം? ടോൾ വിഷയത്തിൽ PC ചാക്കോ MP-യുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണം. PC ചാക്കോ ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. വരാം ചുരുക്കി ചോദിക്കും. നമ്മുടെ സയൻസ് സിറ്റി, അതായത് ബലറാമ നമ്മുടെ സയൻസ് സിറ്റി നമ്മുടെ ഈ ജില്ലയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. സയൻസ് സിറ്റി ജില്ലയുടെ വലിയൊരു സ്വപ്നം. അത് നമുക്ക് ഈ ജില്ലയിൽ കൊണ്ടുവന്നായിരുന്നു. അത് ഇവിടുന്ന് പോയി സയൻസ് സിറ്റി. അതുകൊണ്ട് ഒന്നാമത് തന്നെ. രണ്ടാമത്തെ ചോദ്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ, നമ്മുടെ റോഡുകൾ നോക്കിയാൽ ഈ ഒല്ലൂര് മാത്രമാണ് നിങ്ങൾ എന്തുകൊണ്ട് വീതി കൂട്ടാത്തത്? അവിടെ പുറമ്പോക്കും ഉണ്ട്, അല്ലാതും ഉണ്ട്. അവിടെ ഒല്ലൂര് മാത്രം നിങ്ങൾ തൊടാൻ എന്താ പേടിക്കുന്നത്? ബാക്കി എല്ലാ ജനക്ഷങ്ങളും എല്ലാ സ്ഥലങ്ങളും വീതി കൂട്ടിയിട്ട് അവിടെ എല്ലാവരും അത് മാത്രം നിങ്ങൾ തൊടുന്നില്ല. ശരി. അങ്ങനെ ഒരു പ്രാദേശിക വിഷയമുണ്ടോ? അല്ല, ബാക്കിയുള്ള സ്ഥലങ്ങൾ വീതി കൂട്ടുന്നതിനനുസരിച്ച് ഒല്ലൂരും വീതി കൂട്ടും സമയമാകുമ്പോ. ശരി. സയൻസ് സിറ്റിയെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. സയൻസ് സിറ്റി എന്താ? എനിക്ക് ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. എന്താണ് സയൻസ് സിറ്റി അവിടെ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ്? മിണ്ടാണ്ടിരിക്കുക. അവിടെ ബഹളം ഉണ്ടാക്കല്ലേ. എന്തിനെ കുറിച്ചാണ് ചോദ്യം? എന്തിനെ കുറിച്ചാണ്? എന്താ പറഞ്ഞേ ജോണേ? സയൻസ് സിറ്റിയെ കുറിച്ച് എന്താ പറഞ്ഞത്? സയൻസ് സിറ്റി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. ജില്ലയിലെ സയൻസ് സിറ്റി ശ്രീരാജാജി പറയും. സയൻസ് സിറ്റി 2009 കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ടും പണം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സയൻസ് സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊണ്ടുവന്നത്. 82,25,00,000 രൂപ 2009 എസ്റ്റിമേഷൻ അനുസരിച്ച് നിക്ഷേപം വരുന്ന ഒരു ശാസ്ത്ര നഗരി തൃശ്ശൂരിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിന് സ്ഥലം കണ്ടെത്തി, അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. പക്ഷേ ആ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിന് പോയതിനു ശേഷം ഇരുചെവി അറിയാതെ രായ്ക്ക് രാമാനം ആ ശാസ്ത്ര നഗരി തൃശ്ശൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അത് ഈ പദ്ധതി നടപ്പാക്കേണ്ട ചുമതല റവന്യൂ വകുപ്പിനാണ്. റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന KM മാണി സാർ അദ്ദേഹത്തിന്റെ മകന്റെ നിയോജക മണ്ഡലമായ കോട്ടയത്തെ കുറവിലങ്ങാട് അത് സ്ഥാപിച്ചു. അതാണ് ഉണ്ടായത്. തൃശ്ശൂരിലെ ജനങ്ങള് പ്രതീക്ഷയോടുകൂടി നോക്കി നിന്ന ഒരു പക്ഷേ 100 കോടിയിലധികം ഇപ്പോൾ നിക്ഷേപം വരുമായിരുന്ന ഒരു പദ്ധതി ഈ ജില്ലയുടെ വികസനത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കാവുന്ന ഒരു പദ്ധതിയാണ് അത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയത്. അത് നമ്മുടെ ബഹുമാന്യ സുഹൃത്തുക്കൾക്ക് അറിയ പോലും ചെയ്യുന്നില്ല. എന്റെ ചോദ്യം UDFന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള UDF. തൃശൂർ മെഡിക്കൽ കോളേജിലും ജില്ലാ ഹോസ്പിറ്റലും കുടിവെള്ള പ്രശ്നം അറിയാലോ. ഈ കുടിവെള്ള പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് ഈ UDFന്റെ ആളുകൾ ചെയ്തിട്ടുള്ളത്? ഈ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം സമഗ്രമായ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനതാ പാർട്ടിയുടെ കാലത്ത് ബോംബെ തൊട്ട് മാംഗ്ലൂർ വരെ കൊങ്കൺ റെയിൽവേ ശ്രീധരന്റെ കീഴിൽ 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞു. 22 കൊല്ലമായിട്ടും മാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ ഡബിൾ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ നിന്ന് വടക്കോട്ട് പോകുന്ന തൃശ്ശൂരിലെ കേരളത്തിലെ യാത്രക്കാർക്ക് അതേ സമയത്ത് കേന്ദ്രത്തിൽ 6 മന്ത്രിമാരും 2 ക്യാബിനറ്റ് മന്ത്രിമാരും പാർലമെന്റ് ചെയർമാനുണ്ട്. ഇവരൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാണോ ഈ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്റെ ഉദ്ദേശം അല്ല, കൊങ്കൺ റെയിൽവേ കഴിഞ്ഞിട്ട് 22 കൊല്ലേ. ഇന്നും മാംഗ്ലൂർ തൊട്ട് ഷൊർണൂരിലെ ഡബിൾ ലൈൻ കഴിഞ്ഞിട്ടില്ല, ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. വണ്ടി പണി 22 കൊല്ലം കഴിഞ്ഞു, ഇന്നും ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ല. ഇവര് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. ഇത് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. ഈ വിഷയം റെയിൽവേയിൽ മാത്രം ഒതുക്കേണ്ടതില്ല, നമുക്ക് റോഡുകളിലേക്കും വരാം. കാരണം ജില്ലയിലെ വിവിധ റോഡുകൾ തകർന്നു കിടക്കുകയാണ്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് വിവിധ കക്ഷികളുടെ പ്രതിനിധികളാണ്. നമുക്ക് ഉദാഹരണമായി വേണമെങ്കിൽ കുറ്റാൻ റോഡ് പറയാം, ഗുരുവായൂരിൽ തകർന്നു കിടന്ന റോഡുകൾ പറയാം.
ഒരുപാട് നാളുകൾ ഇങ്ങനെ റോഡുകൾ തകർന്നു കിടക്കുന്നു. അത് വീണ്ടും റിപ്പയർ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ സമയമെടുക്കുന്നു. അദ്ദേഹം ചോദിച്ച പോലെ ജനപ്രതിനിധികൾക്ക് വിമാനത്തിലും അല്ലെങ്കിൽ ട്രെയിനിലും യാത്ര ചെയ്യാം, സാധാരണക്കാർക്ക് അത്തരം സൗകര്യം വേണ്ട എന്നുള്ളതാണ് ചോദ്യം. മൂന്ന് കക്ഷികളും അതിനുള്ള മറുപടി പറയാം. അല്ല, എന്നോടാണ് പറയുന്നത്. തീർച്ചയായും മൂന്ന് പേർക്കും പറയാം. നമ്മുടെ നാട്ടിലെ യാത്രാ സൗകര്യങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ സൗകര്യപ്രദമായ യാത്രാ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനകത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ആയാലും BJPയുടെ ആയാലും നേതൃത്വത്തിലുള്ള രണ്ട് മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിലിരുന്നിട്ട് കേരളത്തിന്റെ റെയിൽപാത വികസന കാര്യത്തിൽ റെയിൽപാത വികസന കാര്യം ഇടതുമുന്നണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. നിരന്തരമായിട്ട് കേരളത്തിലെ ജനങ്ങളെ വാഗൺ ഫാക്ടറി, കോച്ച് ഫാക്ടറി, ഡബിൾ ലൈൻ, ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങിയ നിരവധി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ വിഭജിച്ച് തമിഴ്നാടിന് കാഴ്ചവെക്കുന്ന, കർണാടകയ്ക്ക് കാഴ്ചവെക്കുന്ന നടപടിയാണ് കോൺഗ്രസ് ഇപ്പൊ പോലും തുടരുന്നത്. ഈ അവസാന നിമിഷത്തിലല്ലേ നമ്മുടെ കോൺഗ്രസിന്റെ UPയുടെ ഭരണകാലത്തല്ലേ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് അതിന്റെ സിംഹഭാഗവും സേലത്തേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മാംഗ്ലൂരിന്റെ ഗണ്യമായിട്ടുള്ള, അതായത് മാംഗ്ലൂർ ഡിവിഷന്റെ കീഴിൽ പാലക്കാട് ഡിവിഷനോട് കൂട്ടിച്ചേർക്കേണ്ട ഭാഗമൊക്കെ പുതിയ കർണാടകത്തിൽ പുതിയ ഡിവിഷൻ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയില്ല. താങ്കൾക്ക് പറയാം ശ്രീ ബൽറാം. ശരി ശരി, മൂന്ന് വിഷയങ്ങളും റോഡിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം മാത്രമാണ് TCBക്ക് അറിയാനുള്ളത്. ജനങ്ങളോട് അറിയിക്കേണ്ടത് ഒരു കാര്യമുള്ളൂ. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ കക്ഷികൾ ഭരിക്കുന്നുണ്ട്. പക്ഷേ എവിടെ റോഡ് തകർന്നാലും അത് മാസങ്ങൾ കഴിയുന്നു വീണ്ടും നന്നാക്കിയെടുക്കാനായി, ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി. ഈ വിഷയമാണ് തീർച്ചയായും ട്രെയിനിന്റെ വിഷയവും ഇത് വലിയ ബാധകം തന്നെയാണ്. ട്രെയിൻ സർവീസുകളും ജില്ലയ്ക്ക് ട്രെയിൻ സർവീസുകൾ കുറവാണെന്ന് നേരത്തെ ഒരു വ്യക്തി ചോദിച്ചതുപോലെ പാലക്കാട് കോച്ച് ഫാക്ടറിയെ പോലുള്ള വലിയ പ്രമാദമായ വിഷയങ്ങളുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടാണ് സാധാരണക്കാരനെ ബാധിക്കുന്നതാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യ വിഷയം. തൃശ്ശൂർ ശ്രീ PC ചാക്കോ മുൻകൈ എടുത്തിട്ട് 2-3 പുതിയ ട്രെയിനുകൾ ആരംഭിച്ചിട്ട് മെമു ട്രെയിൻ ഗുരുവായൂർ വരെ നീട്ടി. അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ള ട്രെയിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പല ട്രെയിനുകൾക്ക് തൃശ്ശൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനം നടക്കുന്നതിന് അവിടെ എക്സലേറ്റർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 3ാം പ്ലാറ്റ്ഫോമിന്റെ പണി പൂർത്തിയായി. പൂങ്കുന്നം പ്ലാറ്റ്ഫോമിന്റെ പണി പുരോഗമിക്കുന്നു. ഗുരുവായൂർ പ്ലാറ്റ്ഫോമിന്റെ പണി 3ാം പ്ലാറ്റ്ഫോം അവിടെ പണി പൂർത്തിയാക്കി. പൂർത്തിയാക്കി. അപ്പൊ അതുകൊണ്ട് റെയിൽവേ കാര്യത്തില് കേരള ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡുകളുടെ നിർമ്മാണ കാര്യത്തിലും അത് പ്രവൃത്തി രൂപമാക്കുന്ന കാര്യത്തിലും അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം റോഡ് PWD റോഡ് പൊളിച്ചിട്ടാ പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ റോഡ് മാറ്റിയിടും. പിന്നെ അത് ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റുകാർ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടില് കമ്പാരിറ്റീവ്ലി റോഡുകളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പോകാൻ കഴിയില്ല. ഈ റോഡുകളുടെ വിഷയം അത് തീർച്ചയായും സാധാരണക്കാരനെ ബാധിക്കുന്നു. അതാണ് നമ്മൾ തുടങ്ങിയതും. ഈ റോഡുകൾ തകർന്നു കിടക്കുന്ന തൃശ്ശൂർ നഗരത്തിൽ തന്നെ റോഡുകൾ തകർന്നു കിടക്കുന്നുണ്ട്. ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥ. നേരത്തെ തന്നെ പാലിയേക്കരയിൽ വിഷയം പറയുമ്പോൾ സർവീസ് റോഡുകൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന പരാതി ഇപ്പോഴും ഉയർന്നു കേൾക്കുകയാണ്. വിവിധ കക്ഷികൾ ഭരിക്കുന്നു. BJPയും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളായുണ്ട്. ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. ഏത് നടപടിയെടുത്തില്ലെങ്കിലും സമരരംഗത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങൾ വളരെ പ്രധാനമാണ്. റോഡ് വികസനവും റെയിൽവേ വികസനവുമായിട്ട് എനിക്ക് പറയാനുള്ളത്, 99 മുതൽ 2004 വരെ ഭരിച്ച BJP സർക്കാരിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു MP പോലും ഇല്ലാതിരുന്നിട്ടും മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ച് റെയിൽവേ സഹമന്ത്രിയായിരുന്നുള്ള രാജേട്ടൻ, അദ്ദേഹം 58 മേൽപ്പാലങ്ങളാണ് അന്ന് അനുവദിച്ചത്. ആ 58 മേൽപ്പാലങ്ങളുടെ പണി പോലും ഇത്രയും കൊല്ലമായിട്ട് പൂർത്തിയാക്കാനായിട്ട് അതിനുശേഷം വന്ന UPA സർക്കാരിന് സാധിച്ചിട്ടില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി രാജഗോപാലിനെ പറ്റി പറഞ്ഞിരുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഡൽഹിയിലെ അംബാസഡർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വികസനം റെയിൽവേയുടെ കാര്യത്തിലായാലും നഗരവികസന മന്ത്രാലയത്തിൽ അദ്ദേഹം ഇരുന്ന സമയത്തായാലും ഈ നടപ്പാതകളുടെ ഒക്കെ പദ്ധതി അദ്ദേഹം ഇരുന്ന സമയത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയതാണ്. അതേപോലെ തന്നെ ഈ 4 ലൈൻ റോഡുകളുടെ പണി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും, അതേപോലെ തന്നെ ഇവിടെ കച്ച് മുതൽ
കിഴക്കൻ തീരത്ത് വരെയുള്ള 4 വരി പാതയുടെ പണി തുടങ്ങിയത്. പക്ഷേ UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന്റെ യാതൊരു പണിയും നടന്നില്ല എന്ന് മാത്രം മുഴുവൻ അട്ടിമറിച്ചിരിക്കുക. വികസന വിഷയമാണെങ്കിൽ മേൽപ്പാലം അനുവദിച്ചാൽ പോരല്ലോ, അതിന്റെ പണി തുടങ്ങും കൂടി വേണ്ട. ആര് ചെയ്യേണ്ട? 2004 BJP സർക്കാർ 10 കൊല്ലം ഭരിച്ച 10 കൊല്ലം ഭരിച്ചിട്ട് ആ പാലങ്ങൾ പൂർത്തിയാക്കാൻ പറ്റില്ല. മറ്റൊരു വികസന എന്താണ് വിഷയം? കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ക്ഷേമ പെൻഷനുകളൊന്നും ഇതുവരെ കൊടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജനങ്ങളുടെ കയ്യിൽ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ യഥാർത്ഥത്തിൽ? ക്ഷേമ പെൻഷനുകൾ ഒരു പൈസ ബാക്കി കൊടുക്കാനില്ല, അതുപോലെ ഒരു പൈസ കൊടുക്കാനില്ല. അറിയാം, അന്വേഷിക്കുക. ഈ വിഷയം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജനങ്ങൾക്ക് ഏറെ ആനുകൂല്യങ്ങൾ നൽകുകയും അതിനുശേഷം ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം പ്രസക്തമായും ഉന്നയിക്കുന്നത്. ശ്രീ വി ബൽറാം, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം തെരഞ്ഞെടുപ്പ് അത് ഓരോ കാലഘട്ടങ്ങളിലും ഈ കൊടുക്കാനുള്ള ക്ഷേമ പെൻഷനുകൾ അതാത് സമയത്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു താമസം ഉണ്ടാവും. അത് പിന്നീട് കൊടുത്തിട്ടുണ്ട്. ചോദിക്കാനുള്ള ബലറാമിനോട്, ഭൂഷ രാഷ്ട്രീയത്തിന്റെ ദുർഗന്ധമാണ് അഴിമതി. പോട്ടെ, ചോദ്യം ട്രഷറിയിൽ പൂട്ടിയിട്ട് ആഴ്ചകളോളായി, തെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും നിങ്ങൾ ഇവിടുത്തെ ബില്ലുകൾ പാസ്സാക്കുന്നില്ല. ഇതിന് നിങ്ങൾക്ക് എന്തുണ്ട് പറയാ? സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് സാമ്പത്തികമല്ല, യാതൊരു പ്രതിസന്ധി ഇല്ല, ട്രഷറി പൂട്ടിയിട്ടുമില്ല. രാജാജി, ട്രഷറി പൂട്ടിയാൽ പിന്നെ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല. കാരണം കൊടുക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട. അതാണ് സ്ഥിതി. എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച കോപ്പറേറ്റീവ് ബാങ്കുകൾ തുറന്നു വെക്കണമെന്നും അവിടെ വേറെ ഒരു ഏർപ്പാടും നിങ്ങൾ ഭരിക്കുമ്പോൾ, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. UDF ഭരിക്കുമ്പോൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് രാജാജിക്ക് ഓർമ്മയില്ലാത്ത കാര്യത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്. LDFന്റെ കാലത്ത് ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. ഞാൻ ബൽറാമിനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചൂണ്ടിക്കാട്ടൂ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന്റെ കടം ഇതുപോലെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകുന്നത് 2 മുന്നണികളും തുല്യമാണ്. ഓരോരുത്തർ ഭരണം നടത്തുമ്പോൾ ഇപ്പൊ 1,15,000 കോടിയാണ് കടമായിട്ട് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും 5,000-10,000 കോടി അവരുടെ ഭരണകാലത്തും ഈ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മുന്നണികളും തുല്യ പങ്കാളികളാണ്. ഗുജറാത്തിൽ അത്ര കടമില്ല, 1.5 ലക്ഷം കോടിയാണ് ഗുജറാത്തിലെ കടം. സാമ്പത്തിക പ്രതിസന്ധി മൂലം ട്രഷറി അടച്ചുപൂട്ടുന്നു എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇതിന് കാരണം? അദ്ദേഹം പറയുന്നു ഇടതുമുന്നണിയുടെ കാലത്തും ഇതുണ്ടായിട്ടുണ്ട് എന്ന്. ഇടതുമുന്നണിയുടെ കാലത്ത് ഒരിക്കലും ട്രഷറി അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എന്താണ് ട്രഷറിയിൽ പണമില്ലാത്തത്? നികുതി പിരിവ് കൃത്യമായിട്ട് നടത്തണം. നികുതി പിരിവ് നടത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് അമ്പെ പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നികുതി നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും വലിയ പരാജയമാണ്. ഈ ഗവൺമെന്റിലെ മുഴുവൻ ആൾക്കാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് നികുതി പിരിച്ചെടുക്കാൻ കഴിയാത്തത്. എല്ലാ മേഖലകളും എന്താണ് ബാറുകൾ അടച്ചിട്ടിരിക്കുന്നത്? എന്താണ് കേരളത്തിലെ ബാറുകൾ അടച്ചിട്ടിരിക്കുന്നത്? ബാറുകളുടെ മേൽ, അബ്കാരികളുടെ മേൽ വലിയ സമ്മർദ്ദം കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്നും പണം പിടുങ്ങാൻ കോൺഗ്രസും UDF സർക്കാരും നടത്തുന്ന കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ബാർ അടച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ സമസ്ത വ്യവസായങ്ങളുടെ മേല് നിങ്ങൾ വൻതോതിൽ അഴിമതിയാണ് നടത്തുന്നത്. ഓരോ മേഖലയിലും പോയി കഴിഞ്ഞാൽ അഴിമതി നടത്തിയത് കൊണ്ട് മാത്രം രാജാജി ചാക്ക് രാധാകൃഷ്ണന്റെ പരസ്യം കൊടുത്തിട്ടല്ലേ എറണാകുളത്തെ പ്ലെയിൻ നടത്തിയത്? ഒരു വ്യക്തിക്ക് ബന്ധിപ്പിക്കണ്ട. നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോടാണ് ചോദ്യം. ഇവിടെ ചോദ്യമുണ്ട്. താങ്കൾ ചോദിക്കും. നമ്മുടെ രാജ്യത്ത് റോഡ് അപകടങ്ങൾ നിരവധി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം മദ്യപാനമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ അരികിലുള്ള മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് 2007 കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. എല്ലാ വർഷവും അതിന് റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മദ്യശാലകൾ പോലും നാഷണൽ ഹൈവേയുടെ അരികിൽ നിന്നും പൂട്ടിയിട്ടില്ല. എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഈ ഗവൺമെന്റ് KPCC പ്രസിഡന്റ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇനി പുതിയ മദ്യശാലയ്ക്ക് ഒരു കാരണവശാലും അനുമതി കൊടുക്കരുതെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ മറ്റൊരു പ്രസക്തമായതുകൊണ്ട് ദേശീയ പാതയ്ക്കരികിലുള്ള മദ്യശാലകൾ മാത്രമല്ല,
റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതും നിരവധി മരണങ്ങൾ ഉണ്ടാകുന്നതും ഈ മദ്യശാലകൾ മൂലമാണ്. ശരിയാണ്. UDF-ന്റെ നയം നയം അല്ലാതെ എല്ലാ എഫിന്റെയും നയം അത് തന്നെയാണ്, എല്ലാ കാലത്തും. ശ്രീ രാജാജി, ഇതിൽ നേരത്തെ പറഞ്ഞിരുന്നു ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കാമെന്ന് UDF നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒരു കാരണവശാലും ബാർ അനുവദിക്കുന്ന തീരുമാനമെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ശ്രീ രാജാജി, താങ്കളുടെ നിലപാട്, താങ്കളുടെ കക്ഷിയുടെ നിലപാട്, LDF-ന്റെ നിലപാട്. ഘട്ടമായിട്ട് മദ്യനിരോധനം നടത്തുമെന്ന് പറയുന്നത് ഒരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഘട്ടം ഘട്ടമായിട്ട് അബ്കാരികളെ പീഡിപ്പിച്ച്, അബ്കാരികളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കാനുള്ള മാർഗമായിട്ട് കോൺഗ്രസ് നേതാക്കൾ അതിനെ മാറ്റിയിരിക്കുന്നു. UDF ഭരണം അതിനെ മാറ്റിയിരിക്കുന്നു. തെളിവുകളാണെങ്കിൽ ഞാൻ ഹാജരാക്കാം. ഇത് ഒരു ഭരണം മാറി മാറി വരുന്നുണ്ട്. ഇടതുമുന്നണി വരുമ്പോൾ ഈ നയം മാറ്റിക്കൂടെ? ഈ ഭരണം ഇങ്ങനെ പല ഭരണം സംസ്ഥാനത്ത് മാറി മാറി വരുന്നു. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം കൊണ്ടുവരും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിർത്തുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മദ്യനിരോധനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മദ്യപിക്കുന്ന ആൾക്കാരുടെ അവകാശമാണ്, അത് അവർക്ക് ലഭ്യമാക്കണം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തിൽ? ന്യായമായ വിലക്ക് ലഭ്യമാക്കണം, ശുദ്ധമായ മദ്യം ലഭ്യമാക്കണം. ഈ കാര്യത്തില് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് എത്ര ബാറുകൾ അനുവദിച്ചു എന്നുള്ളത് രാജാജി വ്യക്തമാക്കണം. ഏറ്റവും കൂടുതൽ ബാറുകൾ ഇടതുപക്ഷ ഭരണകാലത്താണ് അനുവദിച്ചിട്ടുള്ളത്. ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയത് ചാലക്കുടിയിൽ മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് BJP-ക്കാർ സമരം ചെയ്തു. എന്നിട്ട് പോലും അവിടെ ഔട്ട്ലെറ്റ് തുടങ്ങി. ഗുജറാത്തിലെ മുഖ്യമന്ത്രി, ഗുജറാത്തിലാണ് സമ്പൂർണ്ണ പ്രോഹിബിഷനുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്ത്. അതുകൊണ്ട് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഏക സംസ്ഥാനം. പോയി നോക്ക്, ഗുജറാത്തിൽ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗുജറാത്തിലാണ് മറ്റൊരു സംസ്ഥാനത്തിൽ ഇത്രയും വ്യാപകമായി വ്യാജമദ്യ കച്ചവടം സമയത്ത് ഇഷ്ടം പോലെ മദ്യനിരോധന. രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഒരു ചോദ്യം, ഈ അപകട മരണങ്ങൾ മാത്രമല്ല, നിരവധി കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിരവധി മരണങ്ങൾ ഈ മദ്യം മൂലം സംഭവിക്കുന്നു. ഈ കക്ഷികൾക്ക് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാകും? തീർച്ചയായും അത് സമൂഹത്തിന് ഗുണകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിവിധ കക്ഷികളുടെ നിലപാട് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ചുരുക്കി 1-3 പേരും പറഞ്ഞാൽ നന്നായിരിക്കും. എന്താണ് ചോദ്യം? വ്യക്തമല്ല. മദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നു, മറ്റ് നിരവധി കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നു, അല്ലാതെ തന്നെ നിരവധി അപകട മരണങ്ങൾക്ക് കാരണമാകുന്നു. ഈ മദ്യനയത്തെക്കുറിച്ച് 3 കക്ഷികളുടെ അഭിപ്രായം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. മദ്യനിരോധനം എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു നയമല്ല. ലോകത്ത് വ്യാപകമായിട്ട് മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും മദ്യം വിൽക്കുക എന്ന് പറയുന്നത് നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് ജനങ്ങൾക്ക് നല്ല മദ്യം, ശുദ്ധമായിട്ടുള്ള മദ്യം കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കണം. അത് ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ആൾക്കാർക്ക് ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ പല സ്ഥലത്തും വിൽക്കുന്നത്. അത് വിറ്റ് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവേണ്ട മദ്യനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ മദ്യം ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അത് ലഭ്യമാക്കാതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മദ്യങ്ങൾ നൽകി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് മദ്യനയത്തിന്റെ പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ശ്രീ ബൽറാം, താങ്കൾക്ക് പറയാനുള്ള എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ ചാരായം നിരോധിച്ചത്. വെറുതെ ബഹളം ഉണ്ടാക്കാതെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ലക്ഷ്യവും ഇപ്പോഴത്തെ KPCC-യുടെ നയവും മദ്യം ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിൽ നിരോധിക്കണം എന്ന് തന്നെയാണ്. അത് നിരോധിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തുകൾ, കോൺഗ്രസ് പ്രതിനിധികൾ അംഗങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ ഒരു കാരണവശാലും പുതിയ മദ്യശാലയ്ക്ക് വേണ്ടി അനുമതി കൊടുക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? BJP-യും ഘട്ടം ഘട്ടമായിട്ട് ഈ മദ്യനിരോധനം നടപ്പാക്കണമെന്നുള്ളതാണ് BJP-യുടെ അഭിപ്രായം. നേരത്തെ സൂചിപ്പിച്ചു, ഗുജറാത്താണ് ഇന്ത്യയിലെ ഏക മദ്യനിരോധന സംസ്ഥാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP മദ്യനിരോധനത്തിന് അനുകൂലമാണ്. ഗുജറാത്തിലാണ് എന്റെ സ്നേഹിത ഏറ്റവും കൂടുതൽ മദ്യം ലഭ്യമായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. രാജമദ്യത്തിന്റെ കേന്ദ്രമാണത്. നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ കൊഞ്ഞനം കാണിച്ചിട്ട് കാര്യമില്ല. നടപ്പാക്കാൻ പറ്റാത്ത ഗുജറാത്തിലെ ഇപ്പോഴത്തെ നിങ്ങൾ മദ്യം വിറ്റിട്ടല്ല. ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ തുറന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ്. ഏറ്റവും കൂടുതൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങിയത്. നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏറെ സംസാരിച്ചു. ജില്ലയിലെ
ജില്ലയിലെ വികസന വിഷയങ്ങളിലേക്ക് വരാം. വികസന വിഷയങ്ങളിലേക്ക് ബഹളം ഉണ്ടാക്കാതിരിക്കുക. ജില്ലയിലെ നമുക്ക് വികസന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. താങ്കൾക്ക് എന്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്? ചുരുക്കി ചോദിക്കും. ഹലോ, നമുക്ക് ഇവിടെ റോഡുകളെ കുറിച്ച് പലരും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ടോൾ കമ്പനിക്ക് വേണ്ടി PWDയുടെ ഒരു പഴയ റോഡ് അടച്ചു കെട്ടിയിരിക്കുകയാണ്. അതിൽ പത്രം അറിയാനുള്ളത്, വാർത്തകളിൽ കോടതി ഉത്തരവില്ല എന്നും ചിലർ കോടതി ഉത്തരവുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 രാഷ്ട്രീയക്കാരോട് ചോദിക്കാനുള്ളത്, ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന PW റോഡ് പാലിയേക്കരയിലെ വിഷയം നേരത്തെ പറഞ്ഞ പോലെ പ്രസക്തമാണ്. ഈ PWD സർവീസ് റോഡിനെ കുറിച്ച്, ജില്ലയിലെ വികസന വിഷയമാണ് സർവീസ് റോഡിനെ കുറിച്ച്. നിലവിലുള്ള PW റോഡ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അത് ജയിച്ചു വന്നാൽ അത് തുറക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? 3 കക്ഷികളോടുമാണ് ചോദ്യം. സർവീസ് റോഡ് തുറക്കാനുള്ള നടപടികൾ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചാൽ തീർച്ചയായിട്ടും നടപടി എടുക്കും. രാജാജി പാലിയേക്കരയില് രാജാജി താങ്കൾ പറയും. പാലിയേക്കരയിൽ ഇവിടെ ചോദ്യം ഉന്നയിച്ച സ്നേഹിതൻ പറയുന്നത് സർവീസ് റോഡല്ല. സർവീസ് റോഡുകൾ നിർബന്ധമായിട്ട് വേണം. സർവീസ് റോഡുകൾ പണിയാതെ ടോള് പിരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. പാലിയേക്കരയിലെ PWD റോഡ്, ആ റോഡ് അടച്ചു കെട്ടിയത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ളതാണ്. തോന്നിവാസാണ്. അത് പൊളിക്കാൻ തന്റെ ഇടമുള്ള ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് പൊളിക്കണം. ഈ ഗവൺമെന്റ് അതിന് തന്റെ ഇടമില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും പൊളിക്കും. അത് പൊളിച്ചിരിക്കും. ഈ അടച്ചുകെട്ടിയത് PWD റോഡാണ്. അത് തുറക്കുന്നതിന് കേന്ദ്രത്തിന്റെ യാതൊരു അനുമതി ആവശ്യമില്ല. അത് ഇവിടുത്തെ PWD മന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തുറക്കാവുന്ന കാര്യമാണ്. അതെ, ഹലോ, ഈ തൃശ്ശൂർ റൗണ്ടിലെ ബ്ലോക്കുകൾ തീർക്കാനുള്ള പല മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. തികച്ചും പ്രാദേശികമായ ഒരു വിഷയമാണ്. നഗരത്തിൽ സമഗ്രമായിട്ടുള്ള മാറ്റം ആവശ്യമാണ്. ഫ്ലൈ ഓവറുകൾ ഉണ്ടാവണം. ഇവിടെ ട്രാഫിക് കൂടി, അതിനനുസരിച്ചുള്ള റൗണ്ടില്ല. നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേക പ്രകൃതി സ്വഭാവം എന്ന് പറയുന്നത് ഈ റൗണ്ടാണ്. അപ്പൊ ആ റൗണ്ടിന് അനുസൃതമായിട്ടുള്ള പാരലൽ റോഡുകൾ ഉണ്ടാവണം. ഇവിടെ കോർപ്പറേഷനും MLAയും കോൺഗ്രസ് ഉണ്ടാകണം. അതിനുള്ള നടപടികൾ എടുക്കും. ആരാണ് കൈക്കൊള്ളുക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആരാണ് കൈക്കൊള്ളുക ഈ നടപടികൾ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല, ഈ നടപടികൾ ആരാണ് കൈക്കൊള്ളുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കേരള ഗവൺമെന്റ് തന്നെ ആ കാര്യത്തിൽ മുൻകൈയെടുക്കും. രാജാജി, കഴിഞ്ഞ തവണ ഇടതുമുന്നണിയായിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. സംസ്ഥാന സർക്കാർ ഭരിച്ചത് ഇടതുമുന്നണിയായിരുന്നു കഴിഞ്ഞ തവണ. തൃശൂർ നഗരത്തിലെ പ്രധാന വിഷയം, ഒപ്പം തന്നെ നഗരത്തിൽ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ ഇപ്പോഴും നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കാളികളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തൃശൂർ നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഏതാണ്ട് 240 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഗവൺമെന്റ് തുടർന്ന് അധികാരത്തിലുണ്ടായിരുന്നില്ല. അത് നടപ്പാക്കാൻ UDF സർക്കാർ തയ്യാറായില്ല. LDF സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതി നടപ്പാക്കണ്ട, നിങ്ങൾ കുറെ കൂടെ മെച്ചപ്പെട്ടൊരു പദ്ധതി നടപ്പാക്കൂ. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ അവർ തയ്യാറല്ല. കേന്ദ്ര സർക്കാരാണ് അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് നഗര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ നഗര വികസനത്തിന് അനുയോജ്യമായിട്ടുള്ള യാതൊരു പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല. തൃശ്ശൂരിലെ ഈ പ്രശ്നങ്ങൾ ആര് വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും? ഇത് തൃശ്ശൂരിലെ ഈ പദ്ധതി ഈ നിങ്ങളിവിടെ നിർദ്ദേശിച്ച ഫ്ലൈ ഓവറുകൾ, ഇവിടുത്തെ ഗതാഗത കുരുക്കഴിക്കല്, സഞ്ചാരയോഗ്യമാക്കി നമ്മുടെ നിരത്തുകൾ മാറ്റുക എന്ന് പറയുന്നതിന് വലിയ നിക്ഷേപം ആവശ്യമുള്ള കാര്യമാണ്. അത് കേന്ദ്ര സർക്കാർ 100 കണക്കിന് കോടി രൂപയുടെ സമയബന്ധിതമായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കാൻ മാത്രമേ കഴിയുള്ളൂ. സംസ്ഥാന സർക്കാർ അതിന് വിഹിതം നൽകേണ്ടി വരും. തീർച്ചയായിട്ടും വിഹിതം നൽകേണ്ടി വരും. ആ വിഹിതം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ശ്രീ വി ബൽറാം, തൃശ്ശൂരിലെ പ്രധാനമായ ഒരു വിഷയമാണ് ആ വ്യക്തി പങ്കുവച്ചത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോന്നോരോന്ന് പരിഹരിച്ചു വരിക. ഇപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ നെക്ക് അവസാനിച്ചു, ശരിയായി. അങ്ങനെ ഓരോന്നോരോന്ന് പരിഹരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ രാജാജി പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പാക്കേജ് ഉണ്ടാവണം. ആ പാക്കേജും സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതവും കൂട്ടിയിട്ട് ഇത് നടത്താൻ സാധിക്കുള്ളൂ. അത് സമഗ്രമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിലുള്ള സജീവ പ്രശ്നങ്ങളാണ്. BJP കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. BJP വിഷയങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? വികസന കാര്യത്തില് BJPയുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി
ഗുജറാത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസനം ഗുജറാത്തിൽ പോയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അറിയാം. സൂറത്ത് പോലെയുള്ള പ്ലേഗ് പിടിച്ച് വൃത്തിഹീനമായിട്ടുള്ള ആ സൂറത്ത് സിറ്റിയിൽ നിങ്ങൾ പോയിട്ടുള്ള നിങ്ങളുടെ അയൽക്കത്തുകാരെങ്കിലും ഗുജറാത്തിലുണ്ടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. 10 വർഷം കൊണ്ട് ഗുജറാത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസനം, ഇത്തരത്തിൽ വികസനം ഈ രണ്ട് മുന്നണികളും കേരളത്തെ ധരിച്ച് തൃശ്ശൂരിലെ വിഷയങ്ങളാണ്. തൃശ്ശൂരിലെ കേന്ദ്ര നഗരവികസന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ മുൻകൈയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ വികസനം നടപ്പാക്കാൻ സാധിക്കും. ഇവിടുത്തെ ഈ മന്ത്രിസഭയിലുണ്ടായിട്ട് എന്ത് വികസനമാണ് കേരളത്തിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്? 8 കേന്ദ്രമന്ത്രിമാര് എനിക്ക് ചോദിക്കാനുള്ള UDF പ്രതിനിധിയോടാണ്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന്റെ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ഒരു മാസത്തോളമായി ഇതുവരെ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ടോൾ പിരിവ് വരുത്താനുള്ള പരിപാടിയാണോ, മുളകുന്നത്താവിലെ മറ്റൊരു പാലിയേക്കർ തുടങ്ങാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയണം. മുളകുന്നത്തുകാവ് മേൽപ്പാലത്തെ കുറിച്ചാണ് സമയമായതുകൊണ്ട് ഉദ്ഘാടനം പാടില്ലാത്തതുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാതിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഉദ്ഘാടനം അവിടെ ടോളിന്റെ ഉദ്ദേശം ഇല്ല. അവിടെ മുളകുന്നത്താവ് മേൽപ്പാലത്തിൽ ടോൾ പിരിവിനുള്ള ഉദ്ദേശമില്ല എന്ന് പറയുന്നു. വികസന വിഷയങ്ങളെ കുറിച്ചാണ് നമുക്കുള്ള ചോദ്യം. വികസന വിഷയങ്ങൾ ഒരു ചോദ്യം മാത്രം ദയവ് ചെയ്ത്. വികസന വിഷയങ്ങളെ കുറിച്ചാണ്. എന്തായാലും ഈ 3 കക്ഷികളുടെയും പ്രതിനിധികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 മണ്ഡലങ്ങൾ, തൃശൂരും ആലത്തൂരും ചാലക്കുടിയും. ഈ 3 കക്ഷികളുടെയും പ്രതിനിധികൾക്ക് വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ജില്ലയിലെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ഒട്ടും അറിയാത്തവരല്ല ശ്രീ രാജാജിയും ശ്രീ വി ബലറാമും ശ്രീ സുധീർ ബേബിയും. അവർക്ക് ജില്ലയുടെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് പാലിയേക്കര ടോൾ വിഷയം, അതുപോലെ തന്നെ കടൽ മേഖലയിലെ തീരമേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ നിരവധി മേഖലയിലുള്ള ഭൂമാഫിയയുടെ പ്രശ്നങ്ങൾ, ടോൾ വിഷയം, ഇതെല്ലാം നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ചുരുക്കി ഒരു 3 മിനിറ്റ് വീതം ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ തങ്ങളുടെ കക്ഷികൾ ജയിച്ചു വരികയാണെങ്കിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വികസന വിഷയങ്ങളാണ് നമുക്കറിയേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് വരികയും നമ്മുടെ രാജ്യത്ത് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമാവുകയും ചെയ്താൽ തൃശ്ശൂർ ജില്ലയുടെ റോഡ് ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ നടപടി ഉണ്ടാവും. അത് പ്രത്യേകിച്ചൊരു വാഗ്ദാനമായിട്ട് കരുതേണ്ടതില്ല. മറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, നമ്മുടെ ജില്ലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. തീരദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ, അവരുടെ ജീവിത സുരക്ഷിതത ഉറപ്പുവരുത്തുന്നതിന്, അതുപോലെ തന്നെ തീരദേശത്ത് തന്നെയുള്ള പരമ്പരാഗത തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, അവർക്ക് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ പ്രതിനിധികളും സജീവമായിട്ട് പങ്കെടുക്കും. ഞങ്ങളുടെ തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന ഏതാണ്ട് 240 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കൊണ്ടുവന്ന നഗരവികസന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വരുന്ന സഖാവ് CN ജയദേവന് കഴിയുമെന്ന് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. ശ്രീ വി ബലറാം, മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ KP ധനപാലൻ വിജയിച്ചു വന്നാൽ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എടുത്തു കാണിക്കാവുന്ന എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ ഉറപ്പു തരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് കേന്ദ്രത്തിൽ വീണ്ടും UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ സുരക്ഷ എല്ലാവർക്കും ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ വീട് ഒരു അവകാശമാക്കാനുള്ള നിയമം ഞങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും എല്ലാ കാര്യങ്ങളും UPA ഗവൺമെന്റ് ഈ പ്രകടന പത്രികയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും UPA ഗവൺമെന്റ് നടപ്പിലാക്കും. എന്തായാലും ഗുജറാത്ത് മോഡൽ ആവില്ല എന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ സുധീർ ബേബി അദ്ദേഹം പറയട്ടെ. ഓരോ കക്ഷികളുടെയും ബഹളം ഉണ്ടാക്കാതിരിക്കുക. BJPയുടെ പ്രതിനിധികൾ ഈ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ BJP എന്തായാലും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി 16-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, BJPയുടെ നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പോലും സുഷമാ സ്വരാജിനെ പ്രധാനമന്ത്രിയാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥ
അതേപോലെ തന്നെ ചാക്കോ പറഞ്ഞ എന്താ പത്രസമ്മേളനം നടത്തി, ഞാൻ പ്രതിപക്ഷത്ത് നല്ല പ്രാസംഗികർ വേണം, അതുകൊണ്ട് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാലക്കുടിയിലേക്ക് മാറിയെന്നാണ് അദ്ദേഹം എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പൊ യാതൊരു സംശയമില്ല 16-ാം തീയതി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും. സർക്കാർ വേണ്ടിയിട്ട് IT മേഖല അതേപോലെ തന്നെ എല്ലാ മേഖലയിലും സമഗ്ര വികസനത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് ചോദിക്കാൻ എന്താണ് വിഷയം? വികസന വിഷയമാണെങ്കിൽ മാത്രം. വിഷയമാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ 69 കോടി രൂപ ഇവിടെ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ വികസനത്തിന്റെ പേര് പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് മൂക്കുപൊത്തി നടക്കാൻ പറ്റില്ല. അത്രയും മാലിന്യമാണ്. മാലിന്യത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വരെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് തൃശ്ശൂർ കോർപ്പറേഷൻ വിനിയോഗിക്കുന്നില്ല. ബലറാപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനെ വികസനം പറഞ്ഞൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല. അതൊരു കൗൺസിലറിന്റെ ഒപ്പ് വേണം. തൃശ്ശൂർ കോർപ്പറേഷൻ LDF ഭരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് LDF ആയിരുന്നു. ഇപ്പൊ UDF ഭരിച്ചിട്ടുണ്ട്. UDF വന്നതിന് ശേഷമാണ് ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ അല്പമെങ്കിലും മാലിന്യം നീക്കാനുള്ള നടപടി സമഗ്രമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം നഗരത്തിലെ കാര്യം കൂടി പറഞ്ഞു. നഗരത്തിൽ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയുന്നില്ല എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ശരി, ശ്രീ വി ബൽറാം പറയുകയുണ്ടായി തൊട്ട് മുമ്പ് ഇടതായിരുന്നു ഭരണം തൃശ്ശൂർ കോർപ്പറേഷനിൽ, അപ്പോൾ ഇത് ചെയ്യാമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര തവണയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്? ഇത് ഏതാണ്ട് സാമാന്യ കുത്തകയായിട്ട് കോൺഗ്രസ്സുകാർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും കാലം 65 കൊല്ലം കയ്യിൽ വെച്ചിരുന്നു. ഇതാകെ കുട്ടിച്ചോറാക്കിയിട്ട് 5 വർഷം കൊണ്ട് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ മര്യാദക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം മെക്കാഡം ടാറിംഗ് നടത്തിയത്. അത് നിങ്ങൾക്ക് പറ്റിയോ? ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഈ നാടിനെ ഒരു ദുർഗന്ധപൂരിതമാക്കി മാറ്റാണ്. നിങ്ങളുടെ അഴിമതി കൊണ്ട് ദുർഗന്ധപൂരിതമാക്കുകയാണ്, മാലിന്യം കൊണ്ട് ദുർഗന്ധപൂരിതമാക്കുക. ഇനി എന്ത് ചെയ്യാൻ കഴിയും ശ്രീ വി ബൽറാം? ഈ മാലിന്യ വിഷയം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. ജനങ്ങളുടെ സഹകരണം കൂടി അതിന് ആവശ്യമാണ്. ആ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ ആരംഭിച്ച് തുടങ്ങിയിട്ടുള്ള ആ മാലിന്യ സംസ്കരണ നീക്കം പൂർത്തിയാക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു വനിതയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരോടാണ് ചോദ്യം? ചുരുക്കി ചോദിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? 3 കക്ഷികളുടെയും പ്രതിനിധികൾക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമാണ്. കാരണം നിരവധി ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ബില്ല് ഈ 15-ാം ലോകസഭാ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ പാസ്സാക്കിയിട്ടുണ്ടായി. സുരക്ഷ പാസ്സാക്കും, സുരക്ഷയായിട്ടുണ്ടാവും. ശ്രീരാജാജി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാസ്സാക്കി BJPയുടെ എതിർപ്പുണ്ടായിട്ടും പാസ്സായി. നിങ്ങൾ ഈ പാസ്സാക്കിയ നിയമം കൊണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പറയുന്നത് ശുദ്ധ വങ്കത്തരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യമില്ലാതെ, സ്ത്രീകൾക്ക് സാമ്പത്തിക ജീവിതത്തിൽ അർഹമായിട്ടുള്ള അംഗീകാരമില്ലാതെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നത് ശുദ്ധ വങ്കത്തരമാണ്. അടിമകളാക്കി വെച്ചിരിക്കുന്ന അടിമകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അടിമകളായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. എന്തേ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യ നിയമം എന്തുകൊണ്ടാണ് പാസ്സാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി ബാങ്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്താണ് ബാങ്ക് അവിടെ പോയി? എന്താണ് നിങ്ങൾ ചെയ്തത്? സ്ത്രീകളെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും അവരെ അംഗീകരിക്കാതെ, ശാക്തീകരിക്കാതെ സ്ത്രീ പീഡനത്തിന്റെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ നിങ്ങളുടെ നിയമം കൊണ്ട് കഴിയില്ല. ഓരോ കക്ഷികൾക്കും പറയാനുള്ള സമയത്ത് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഇവിടെ നിയമത്തിന്റെ കുറവുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. പക്ഷെ അത് നടപ്പാക്കുന്നതിന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടായി, കോൺഗ്രസ് ഭരിക്കുന്ന ഡൽഹിയിലും ബോംബെയിലുമാണ് ബലാത്സംഗം നടന്നത്. അത് നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണ് ആവശ്യം, അല്ലാണ്ട് നിയമത്തിന്റെ അപാകതയല്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ നഗ്മയെ പരസ്യമായി ചുംബിക്കുന്ന കോൺഗ്രസിന്റെ MLA നമ്മൾ ടിവിയിൽ കണ്ടതാ. ഒരു സ്ഥാനാർത്ഥിക്ക് പോലും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പോലും സുരക്ഷ കൊടുക്കാൻ സാധിക്കാത്ത ഈ കോൺഗ്രസ് നമുക്ക് സമയപരിധിയുണ്ട്. വികസന വിഷയമാണ് ചോദിക്കുന്നെങ്കിൽ ആരോടാണ് ചോദ്യം? ചുരുക്കി ചോദിക്കുക. ഇരിക്കൂ. ആരാണത്? ഇരിക്കൂ. ഹലോ, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഇവിടെ റോഡിനെ സംബന്ധിച്ചും കെട്ടിടത്തെ സംബന്ധിച്ചും മാത്രമാണ് ഇവിടെ കുറെ ചർച്ച ചെയ്താൽ കേട്ടത്. നല്ല കാര്യം തന്നെ. ഞാൻ കോൾ മേഖലയിൽ വരുന്ന ഒരാളാണ്. ഇവിടെ കോൾ വികസനത്തെ സംബന്ധിച്ച്
കുറെ നാളുകളായിട്ട് 500 കോടി 425 കോടി രൂപ എന്നുള്ള കുറെ കോടികളുടെ കണക്ക് കിട്ടിയിരുന്നു. അതിന്റെ വികസന ഫണ്ട് എന്താണ്? നമ്മൾക്ക് എല്ലാം മാമുണ്ണണം, എല്ലാവർക്കും ജീവിക്കണം. പക്ഷെ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് ആ ഫണ്ടിന്റെ ആവശ്യം. അതിനെ സംബന്ധിച്ച് ഇവിടെ ഡയസിൽ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാർ മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. കോൾ വികസന പദ്ധതിക്ക് വേണ്ടി, സമഗ്രമായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി PC ചാക്കോ മുൻകൈയെടുത്ത് കോൾ വികസനത്തിന് വേണ്ടി മാത്രം, തൃശൂർ പൊന്നാനി കോൾ വികസനത്തിന് വേണ്ടി മാത്രം ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് തുടങ്ങി, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു, പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞു. പറയട്ടെ രാജാജി ഒന്ന് ബൽറാം ദയവായിട്ട് അക്കങ്ങൾ പറയുമ്പോ ഇങ്ങനെ പറയരുത്. ആയിരക്കണക്കിന് കോടിന്ന് 300 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഒരു കുന്തോ നടന്നിട്ടില്ല. 5 വർഷം 8 കേന്ദ്രമന്ത്രിമാരും ഒരു JPC അധ്യക്ഷനും ഒക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ എന്തേ ഈ അവസാന നിമിഷമാണോ നിങ്ങളുടെ കോൾ വികസനം വന്നത്? നിങ്ങൾക്കിതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിലെ 3 ലക്ഷം കർഷകരെ ആത്മഹത്യക്ക് പറഞ്ഞുവിട്ട ഒരു സർക്കാരിന്റെ കർഷക നയത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. ശരി ഈ കോൾ വിഷയം സംബന്ധിച്ച് തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ മേഖലയിലുള്ളതാണ് കോൾ മേഖല. ഇത് സംബന്ധിച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയുണ്ടായി. ഇടതുമുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോൾ മേഖലയിൽ എന്താ പറഞ്ഞത്? കോൾ വിഷയം നടപ്പാക്കിയില്ലേ എന്നുള്ള ചോദ്യം. ശ്രീ രാജാജി പറയുന്നു കോൾ വികസനത്തിന്റെ പ്രശ്നത്തിൽ ശ്രീ PC ചാക്കോ മുൻകൈയെടുത്ത് അത് അവിടെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി നിർവഹിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നിർവഹിച്ച എങ്ങനെയാണ് പറ്റിയത്? കഴിഞ്ഞ ആഴ്ച നിർവഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അതിന്റെ പ്രവർത്തനം തുടങ്ങിയതായി പറയുന്നല്ലോ അദ്ദേഹം. പ്രവർത്തനം നടന്നാൽ നല്ലത്. പക്ഷേ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ നാട്ടില് ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക? ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ. ജനങ്ങളെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. വിഷയം വളരെ പ്രസക്തമാണ്. BJPയുടെ പ്രതിനിധി, താങ്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടില്ലേ? ഈ കോൾ മേഖലയില് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നല്ലാതെ അത് അടിത്തട്ടിലേക്ക് അതിന്റെ യഥാർത്ഥ കർഷകർക്ക് അതിന്റെ യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്, കാർഷിക മേഖലയെ, കേരളത്തിലെ കാർഷിക മേഖലയെ മുഴുവൻ നശിപ്പിച്ച് കാർഷിക ഭൂമിയെ നശിപ്പിച്ച് ഈ വിധത്തിലാക്കിയതിന് ഈ 2 മുന്നണികളും തണ്ണീർത്തട സംരക്ഷണ നിയമം പോലും അതിൽ വെള്ളം ചേർത്തുകൊണ്ട് കൃഷിഭൂമികളെ ഇന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, കാർഷിക മേഖലയിൽ 10% കൂടുതൽ വളർച്ചയുള്ള ഏക സംസ്ഥാനം ഗുജറാത്താണ്. കാർഷിക മേഖലയിൽ 10% കൂടുതൽ വളർച്ചയുള്ള വിഷയങ്ങൾ നമ്മൾ പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ, തൃശൂരിലും ആലത്തൂരിലും ചാലക്കുടിയിലുള്ള 3 മണ്ഡലങ്ങളിലുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ മേഖലയിലെല്ലാം പോരാട്ട രഥം ചെല്ലുകയുമുണ്ടായി. ജനങ്ങളുടെ ആ മേഖലയിലുള്ള വികസന വിഷയങ്ങളെല്ലാം നമ്മൾ പങ്കുവച്ചു. തൃശൂരിന്റെ മണ്ണിൽ തേക്കിൻകാട് മൈതാനിയിൽ തത്സമയം ജനങ്ങളുടെ മുന്നിൽ പോരാട്ടമെത്തിയുമ്പോൾ 3 കക്ഷികളുടെ പ്രതിനിധികളായി 3 പേർ എത്തുകയുണ്ടായി. ഇവർ അവരുടെ വികസന വിഷയങ്ങൾ, അവരുടെ കക്ഷിക്ക് പറയാനുള്ളത്, അവരുടെ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് പങ്കുവയ്ക്കുകയുണ്ടായി. ജില്ലയുടെ വിവിധ മേഖലകളിലെത്തിയ നിങ്ങളെല്ലാവരും നിരവധി ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. ഇവർക്ക് പറയാനുള്ളതും വികസന കാഴ്ചപ്പാടുകളും പങ്കുവച്ചു. പോരാട്ടരഥം തേക്കിൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുരനടയിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടി ശ്രീ രാജാജി മാത്യു തോമസ്, UDFന് വേണ്ടി ശ്രീ V ബലറാം, BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുധീർ ബേബി എന്നിവരാണ് പങ്കെടുത്തത്. പോരാട്ടം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം.